ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ കസൂരി മേത്തി, നമ്മുടെ ഉണങ്ങിയ ഉലുവ ഇല അത് വെച്ചിട്ടുള്ളൊരു പൊറാട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വരൂ നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളത്. ഇതിനിപ്പോൾ 2 കപ്പ് നമ്മുടെ ആട്ട വീറ്റ് ഫ്ലവറാണ് എടുക്കുന്നത്. പിന്നെ ഒരു 1/2 കപ്പ് മൈദാമാവ് ഇതാണ് എടുക്കുന്നത്. ഇനി പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വെള്ളം, നമ്മുടെ നോർമൽ വാട്ടറാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ 1 സ്പൂൺ നമ്മുടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം റെസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം ഇതാ നമ്മുടെ മാവ് ഇതാ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിന്നിപ്പോൾ ഒരു ചെറിയ ബോൾ എടുക്കാം. എന്നിട്ട് നമുക്കിത് നോർമലായിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ നോർമലായിട്ട് നമ്മുടെ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ തന്നെ. ഇത് വെരി സിമ്പിളാണ്, അറ്റ് ദ സെയിം ടൈം ഡിഫറെൻറ്റും. ഇനി പരത്തിയ ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് ചാട്ട് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ഉലുവ ഇല, കസൂരി മേത്തി, ഉണങ്ങിയ നമ്മുടെ ഉലുവ ഇല അതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഫാൻ ഉണ്ടാക്കുമല്ലോ എന്ന പോലെ തന്നെ ഇതാ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കുക. നമ്മൾ പേപ്പർ ഫാനൊക്കെ ഉണ്ടാക്കുമല്ലോ എന്ന പോലെ തന്നെ. ചെറുതിലേക്ക് ഈ പേപ്പർ ഫാൻസ് ഉണ്ടാക്കാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്ന പോലെ തന്നെ ഇങ്ങനെയാണ് നമ്മുടെ ഈ കസൂരി മേത്തി പൊറാട്ട ഉണ്ടാക്കാനായിട്ട് ഫോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ കംപ്ലീറ്റ്ലി ഫോൾഡ് ചെയ്തു. നമുക്ക് എത്ര വേണമെങ്കിലും ഇതിൽ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ അപ്ലൈ ചെയ്യാം. പക്ഷേ നമ്മളിപ്പോൾ ഒറ്റ പ്രാവശ്യം ഇവിടെ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. നെയ്യ് കൂടുതൽ വരും തോറും ടേസ്റ്റുമാണ്. എന്നിട്ട് ഇത് അടിയിലേക്ക് ഇങ്ങനെ അങ്ങനെ ഫോൾഡ് ചെയ്തും കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇതാ ചുറ്റിയെടുത്ത് ഫോൾഡും ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഇതാ നമുക്ക് പരത്താം. ഇതാ കുറച്ച് മാവ് ഡസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മെല്ലെ പരത്തി കൊടുക്കാം. ഇതിപ്പോൾ വലുതൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ആ ഫോൾഡൊക്കെ കാണുന്നുണ്ടല്ലോ, നമ്മൾ ഫാൻ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റിയത്. ഇപ്പോൾ ആ ഫോൾഡോട് കൂടിയിട്ട് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ അതാ നമ്മുടെ പൊറാട്ട ഉണ്ടാക്കാൻ റെഡി ആയിട്ടുണ്ട്. കല്ല് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇതപ്പോൾ നമ്മുടെ ഫസ്റ്റ് വൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊറോട്ട ഉണ്ടാക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് നെയ്യ് 2 സൈഡിലും നമുക്ക് നെയ്യ് കുറച്ച് അപ്ലൈ ചെയ്യണം. ഒരു സൈഡിൽ തേച്ചു, മറ്റേ സൈഡിലും ഇതാ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് രാത്രി ഡിന്നറിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രഷ് ഉലുവ ഇല ഇല്ലെങ്കിൽ നമുക്ക് കസൂരി മേത്തി വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ കസൂരി മേത്തി വെച്ചിട്ടുള്ള പൊറാട്ട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. 2 സൈഡിലും നെയ്യിട്ടിട്ട് അപ്പുറവും ഇപ്പുറവും ഇതാ മൂപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പൊറോട്ട ഇതാ ഫസ്റ്റ് വൺ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ലെയറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഇനി ബാക്കിയുള്ളതും നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ ഇതാ കസൂരി മേത്തിയുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.